ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എഡിറ്റ് ആൻഡ് അപ്ഡേറ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ലാസ്റ്റ് ക്രെഡാണ്, നമുക്ക് ഡിലേറ്റ് ആണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രൊജക്റ്റ് ഇവിടെ റൺ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഡാറ്റാബേസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്രാക്ടീസ് സ്റ്റുഡൻറ്റ് ടേബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇനി എഡിറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം, ഡിലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മൾ റൗട്ട് ഒന്ന് എടുക്കാം. ഇതിലിപ്പോൾ എന്തൊക്കെയുണ്ട്, നമുക്കൊരു ഹോം പേജ് ഉണ്ട്, അവിടെ നമ്മളെല്ലാം ഷോ ചെയ്യുന്നു. പിന്നെ നമുക്ക് ക്രിയേറ്റ് ഉണ്ട്, പിന്നെ ഇത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു റൗട്ട് ഉണ്ടാക്കി, പിന്നെ എഡിറ്റ് വരാനുള്ള റൗട്ട് ഉണ്ടാക്കി, ആ എഡിറ്റ് വന്ന ആളെ അപ്ഡേറ്റ് ചെയ്യാനുള്ള റൗട്ട് ഉണ്ടാക്കി. ഇനി നമ്മൾ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിലീറ്റിനൊരു റൗട്ട് ഉണ്ടാക്കുന്നു. അത് ജസ്റ്റ് ഇതായി എഡിറ്റ് ചെയ്ത പോലെ തന്നെ അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഡിലീറ്റ് നോക്കി കൊടുക്കണം, ഡിലീറ്റ്. അതുപോലെ ഡിലീറ്റ് സ്റ്റുഡൻറ്റ് ഡോട്ട് ഡിലീറ്റ്. ഓക്കെ, അങ്ങനെ അത് ചെയ്തു. ഇനി നമുക്ക് ഡിലീറ്റ് സ്റ്റുഡൻറ്റിന് എന്തുണ്ടാക്കാം, നമുക്കൊരു മെത്തേഡ് ഉണ്ടാക്കാം. പബ്ലിക് ഫങ്ഷൻ ഡിലീറ്റ് സ്റ്റുഡൻറ്റിന് ഒരു മെത്തേഡ് ഉണ്ടാക്കി. സ്റ്റുഡൻറ്റ് വരുന്നു, സെയിം ഇവിടെ ചെയ്ത പോലെ തന്നെ, ഈ എഡിറ്റിൽ ചെയ്ത പോലെ തന്നെയാണ്. സ്റ്റുഡൻറ്റിനെ എടുക്കുന്നു, ഫൈൻഡ് ഐഡി വെച്ചിട്ട് ആ സ്റ്റുഡൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നു. അതിലേക്ക് എന്ത് ചെയ്യുന്ന ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നു വന്ന റൂട്ടിലേക്ക്. ഓക്കെ, ഇനി നമുക്ക് ഹോം പേജ് എടുക്കാം. ഹോം പേജ് എടുത്ത് നമുക്കിവിടെ എഡിറ്റിന് കൊടുത്ത പോലെ, അതായത് ഇവിടെ എഡിറ്റിനൊരു ബട്ടൺ കൊടുത്ത പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റിനൊരു ബട്ടൺ കൊടുക്കാം അല്ലേ. നമുക്ക് ഡിലീറ്റ് എന്ന ബട്ടൺ കൊടുത്തു. സ്റ്റുഡൻറ്റ് ഡോട്ട് ഡിലീറ്റ് ആണ് റൂട്ട്. അതിലേക്ക് ബട്ടൻ്റെ ഇത് പ്രൈമറി മാറ്റി ഡേഞ്ചറാക്കി. അപ്പോൾ ഒരു റെഡ് കളറിൽ വരും കേട്ടോ. എഡിറ്റ് ഡിലീറ്റ് ഓരോന്നിലും വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് വർക്കിംഗ് ആണോ നോക്കാം. നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഡിലീറ്റിലേക്ക് ഐ ഡി പാസ് ചെയ്തു. സ്റ്റുഡൻറ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഒരു റൗട്ടിലേക്ക് ഐ ഡി കൊടുത്തു, വരുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി കൊടുക്കുന്നു. അത് വെബിൽ പോയി നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു റൗട്ട് ഉണ്ട്. അപ്പോൾ ഈ റൗട്ടിലേക്ക് ഐ ഡി റിസീവ് ചെയ്യുന്നുണ്ട്. ഡിലീറ്റ് സ്റ്റുഡൻറ്റിലേക്ക് വിത്ത് ഐ ഡിയോട് കൂടിയിട്ട് മെത്തേഡ് കോൾ ചെയ്യുന്നു. മെത്തേഡ് പോകുമ്പോൾ ഐ ഡി എടുക്കുന്നു, ഐ ഡി വെച്ചിട്ട് സ്റ്റുഡൻറ്റിനെ എടുക്കുന്നു, സ്റ്റുഡൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഈ ഡിലീറ്റ് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്, അത് നമ്മൾ ചെയ്യുന്നതല്ല, അത് ഓൾറെഡി ഉള്ളതാണ്. ഇതിൽ ഡിലീറ്റ് ഉള്ള പോലെ ഇതിൽ ഇവിടെ ഉണ്ടോ അപ്ഡേറ്റ് എന്നുള്ള പോലെ, ഇതിൽ അതുപോലെ ക്രിയേറ്റ് ഉള്ളത് പോലെയൊക്കെ, അതൊക്കെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആട്ടോ. നമ്മളത് വിളിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും എക്സ്ട്രാ ചെയ്യേണ്ട. അത് നമ്മളിവിടെ വിളിച്ചു. അപ്പോൾ അതിലേക്ക് ഐ ഡിക്ക് ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ടൊവിനോ, അഞ്ചാമത്തെ ടൊവിനോനെ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി. കണ്ടോ, 4 കഴിഞ്ഞിട്ട് 5 പോയി. ഇവിടെ മോഹൻലാൽ ഡിലീറ്റ് ചെയ്യുന്നു. കണ്ടോ, ഓരോന്ന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി എത്ര സ്റ്റുഡൻറ്റ് ബാക്കിയുണ്ട്, 4 സ്റ്റുഡൻറ്റേ ഉള്ളൂ. ഡാറ്റാബേസിൽ പോകുമ്പോൾ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതാ 4 എണ്ണം മാത്രം ബാക്കിയായി. ഡിലീറ്റ് വളരെ സിമ്പിളാണ്. ഐ ഡി പാസ് ചെയ്യുന്നു, നമ്മളത് കോൾ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ.